ഹായ് ഓൾ. അപ്പം നമ്മുടെ ജാസ്മിന് നന്നായിട്ട് കളിക്കാനുള്ള ഒരു ഓഫർ, ഒരു സിറ്റുവേഷൻ വന്ന് പെട്ടിരിക്കുകയാണ്. ആളത് വിനിയോഗിച്ചാൽ നമുക്കൊരു ഒരു ആദ്യത്തെ ഫൈനലിസ്റ്റ് 5 പേരിൽ ഒരാളാവാനായിട്ട് ജാസ്മിന് പറ്റും. പക്ഷേ അത് വിട്ട് കളയരുത്, അതുകൊണ്ട് എന്താ പറയുക, നശിപ്പിച്ച് കളയരുത്. ഗബ്രി 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 എന്നും പറഞ്ഞിട്ട് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗബ്രിയോട് കൂട്ടുകൂടി കാണിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ എനിക്ക് ജാസ്മിനോട് പേഴ്സണലായിട്ട് ദേഷ്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഈ ഗബ്രിയുടെ കൂടുമ്പോഴാണ് അങ്ങനെ പെരുമാറുന്നത്. അതായത് ഈ പറയുന്ന പോലെ കളറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഇത്, ജിൻഡോയെ പല കാര്യങ്ങളിൽ ജിൻഡോനെ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ഒരു താഴ്ത്തിക്കെട്ടൽ വരുന്നത് ഈ ഗബ്രിയുടെ കൂടെ കൂടുമ്പോൾ മാത്രമായിരുന്നു. അപ്പോൾ ജാസ്മിനോട് പറയാനുള്ളത്, ജാസ്മിനിപ്പോൾ കാണില്ല എന്നാലും ഞാൻ പറയുകയാണ്, മറ്റുള്ള കോംബോ എല്ലാവരും കോംബോ പിടിക്കുന്ന പോലെ നമ്മൾ ചിലപ്പോൾ ഓടി ചെന്ന് പിടിച്ചാൽ അത് അത്ര വർക്കൗട്ട് ആയില്ല, കാണാൻ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കുകയാണ് നല്ലത്. ഇപ്പം എന്തായാലും ജാസ്മിനായിട്ട് മാറ്റി പിടിക്കണമെന്ന് കണ്ടപ്പോൾ ജനങ്ങളാലും ബിഗ് ബോസിനാലും അത് മാറ്റപ്പെട്ടു. അപ്പോൾ ഇനി ഉള്ള സ്റ്റാൻഡ് നന്നായിട്ട് കളിക്കാൻ നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. മോറോവർ മറ്റുള്ള എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസിനേക്കാളും കുറച്ച് എന്താ പറയുക, ഒരു കാലിബർ, കാലിബർ എന്ന് പറയാൻ എന്താ പറയുക, എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷേ എന്ത് കാര്യത്തിനും എവിടെയും റിയാക്ട് ചെയ്യാൻ, ഒരു കൂട്ടോ ഇതൊന്നും നോക്കാതെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യത്തിനും എതിരെ നിൽക്കുന്ന ആളെ എങ്ങനെയാണെന്ന് നോക്കാതെ വർത്താനം പറയാനായിട്ടൊരു ധൈര്യം അവിടെ ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. എന്നാൽ സ്വന്തം കൂട്ടുകാരുടെ തെറ്റ് പോലും മൂടി വെച്ചിട്ട് കുറച്ച് കളികൾ കളിച്ചിരുന്നതുകൊണ്ടാണ് ജാസ്മിന് ഇങ്ങനെയൊക്കെ വരാൻ ഇത്രയധികം ഹേറ്റേഴ്സ് ഉണ്ടാവാനുള്ള കാരണം. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ജാസ്മിനെ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ, ഞാനല്ല, ജാസ്മിൻ ആസ് എ യൂട്യൂബർ എനിക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. നേരിട്ടറിയില്ലെങ്കിലും ബിഗ് ബോസിൽ വന്നിട്ട് ഈ ഇത്തരം വൃത്തിയിട്ട കളികൾ കളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ. അത് ചെയ്തതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇത്രയധികം വെറുക്കപ്പെട്ടവളെന്ന് തന്നെ പറയാം. അത്രയും ഒരു ലേഡി കണ്ടസ്റ്റൻസും ഇത്രയും വെറുക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വെറുക്കപ്പെട്ടു എന്നുള്ളതിനേക്കാളുപരി എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു നന്നായി കാണാൻ. പക്ഷേ ജാസ്മിൻ പഴയ ഒരു സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ ഗബ്രിയുടെ മാല, ഗബ്രിയുടെ മറ്റേ എന്താ പറയുക, ഞാൻ പറഞ്ഞാലോ, ഗബ്രിയുടെ വാച്ചോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുവാണ്. അപ്പം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾ പിന്നെയും പുറകിട്ട് പോകും. ഞങ്ങൾക്ക് ആർക്കും ഈ ഗബ്രിയും ജാസ്മിനുള്ള ആ ഒരു കോംബോ കാണാൻ ഒട്ടും താല്പര്യമില്ല. ഗബ്രീനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ ഒട്ടും താല്പര്യമില്ല. പാവാച്ചാർക്കനും ഒറ്റയ്ക്കിന്ന് കളിക്കുമായിരുന്നു, ജാസ്മിൻ ഒറ്റയ്ക്കിന്ന് കളിച്ചാൽ പോരായിരുന്നോ? ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഗബ്രി പുറത്തു പോയത്. പിന്നെ അപ്പോൾ അത് മനസ്സിലാക്കുക, ജാസ്മിൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ജാസ്മിൻ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ പുറത്ത് നിന്നാണ് പറയണമെങ്കിൽ ബുദ്ധി തലയിലേക്ക് ഉദിച്ച്, പക്ഷേ ഒരുപാട് എന്താ പറയുക, ആ ഒരു ജാസ്മിനുള്ള ആ ഒരു ഇതിലൊക്കെ ജാസ്മിൻ പക്ക ആ ഒരു പ്ലേയിൽ നിന്ന് വിടാതെ നിന്നിട്ട് എന്താ പറയുക, റോബോട്ടായിട്ട് വളരെ ഇഷ്ടമായി. എനിക്ക് വളരെ ഇഷ്ടമായി ആ ഒരു റോബോട്ടായിട്ട്. പിന്നെ എടുത്ത് ചാടി ഗ്യാസ് ഓഫ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പോയിന്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും ബാക്കി എല്ലാം കാണിച്ചത് കറക്റ്റാണ്. ആ ഒരു റസ്മിൻ കൈ തട്ടിയിട്ട് പോലും ജാസ്മിൻ അത് കണ്ടിന്യൂ ചെയ്ത ആ ഒരു പോയിന്റ് സിജോ പറഞ്ഞില്ലേ, അത് വളരെയധികം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും വിഷമിച്ചു കേട്ടോ അത് കണ്ടിട്ട്. എൻ്റെ കണ്ണ് പോലും നിറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ജിൻഡപ്പൻ അവിടെ നിന്നോട്ടെ, അത് ടോപ്പാണ്. ജിൻഡപ്പൻ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ജിൻഡപ്പൻ മനസ്സിൽ നിന്ന് പോവില്ല, എന്താണെന്നറിയില്ല. അപ്പം ജിൻഡപ്പൻ പവർ റൂമിൽ വന്നെന്നാണ് തോന്നുന്നത്. പവർ റൂമിൽ വന്ന് അൻസിബയുടെ പോലെ നിറം മാറണ പോലെ ഒന്നും മാറില്ല ജിൻഡപ്പൻ നമുക്ക് വിചാരിക്കാം. പിന്നെ ജിൻഡപ്പൻ വെറുപ്പിക്കാനുള്ളത് ആദ്യമേ കുറച്ച് നമ്മുടെ കടയിൽ വെറുപ്പിച്ച് കഴിഞ്ഞു അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ജിൻഡപ്പനോടൊരു ദേഷ്യം തോന്നാത്തത് അല്ലേ, വിടുവായിത്തരം പറഞ്ഞ് കുറച്ച്. പക്ഷേ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം അൻസിബയ്ക്ക് എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ, അൻസിബ അസൽ പ്ലെയറാണ് അൻസിബ. അതിനൊരു വ്യൂ പോയിൻ്റുള്ള പ്ലെയറാണ്. പക്ഷേ ജാസ്മിൻ്റെ പോലെ ഒച്ചെടുക്കുമോ അതല്ല, പക്ഷേ അല്പം കുശുമ്പും കുന്നായ്മത്തരും ഇത്തിരി ഇടുങ്ങിയ ചിന്താഗതിയും വന്നുപോയി. ഇത്തിരി കുശുമ്പ്, വേറെ ഒന്നുമില്ല, ഇത്തിരി കുശുമ്പ്. ആ കുശുമ്പിനാൽ പുറത്തിട്ട് വരുന്ന ആ ഒരു പെരുമാറ്റം ഇത്തിരി പ്രശ്നമാണ്. പിന്നെ പേഴ്സണൽ ഗ്രഡ്ജ് എന്നതിലുപരി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയാം. അൻസിബ ഒരു ഫിലിം ആക്ട്രസ്സാണ്. അപ്പോൾ
അൻസിബയ്ക്ക് കിട്ടേണ്ട ഒരു എന്താ പറയുക ഒരു 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 ഭംഗിയുടെ കാര്യത്തിലുള്ള ഒരു ഇതൊന്നും ജാസ്മിൻ ഇപ്പോൾ ഏറ്റവും നല്ല ഇതായിട്ട് നിൽക്കുന്നു. ജാസ്മിൻ ലുക്ക് വൈസ് ഒരാളെ നമ്മൾ പറയാൻ പാടില്ല, പക്ഷേ ജാസ്മിൻ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു. ജാസ്മിന് കൂടുതൽ പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ കുറേ ക്യാമറ സ്പേസ്, ഭംഗിയുടെ സ്പേസിൽ അങ്ങോട്ട് എല്ലാവർക്കും ഭംഗിയുണ്ട്. ഇപ്പോൾ അൻസിബയുടെ ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടാണ് അൻസിബ കാണാൻ, അൻസിബയുടെ ഭംഗിയുണ്ട്. എന്നാൽ ജാസ്മിന് കൂടുതൽ ഭംഗിയുണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാണോ, ഇളയതാന്നുള്ള തോന്നൽ കൊണ്ടാണോ, കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടാണോ, അതുകൊണ്ട് പോരാത്തിന് ഗബ്രിയുടെ കൂട്ടും കൂടെ പിടിച്ചപ്പോൾ നമ്മളും വെറുക്കും. അപ്പോൾ അത് അൻസിബയ്ക്കും അതും കൂടി ഉൾപ്പെടെയാണ്. അതായത് അതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്തിരി ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഒരു 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 ജലസ് അവിടെ ഫീൽ ചെയ്ത പോലെ. അല്ലെങ്കിൽ ഇത്രയും ഒരാളെ പറയേണ്ട കാര്യമില്ല, പക്ഷെ പറയണം. ഗബ്രിയുടെ കൂടെ ഇരുന്നാൽ ഞാനാണെങ്കിലും പറയും, ഗബ്രിയുടെ കൂടെ ഇരുന്നുള്ള കളി നമുക്ക് കാണാനേ ഇഷ്ടമില്ല. മോൾ പിന്നെ അത് തന്നെ പാലിക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ അത് തന്നെ പാലിക്കുവാണെങ്കിൽ, ജാസ്മിൻ എപ്പോൾ വെളിയിൽ പോയി ഓർത്താൽ മതി. ഈ ഗബ്രി അവിടെ എങ്ങാനും ഇരുന്നോട്ടെ. പുള്ളി പോയപ്പോഴേക്കും തന്നെ പുള്ളിയുടെ മൈൻഡ് ക്ലിയറായി. ഗബ്രി പോയതോടുകൂടി ഗബ്രിയുടെ മൈൻഡ് ക്ലിയറായി. അപ്പോൾ പോന്നപ്പോൾ കണ്ടോ, ആൾ വളരെ ബോധപൂർവമുള്ള വർത്താനമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് പൊക്കോട്ടെ, അതിനെന്തായാലും അതിനപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ബോധം തെളിഞ്ഞു, അങ്ങോട്ട് പൊക്കോട്ടെ. ഗബ്രി നല്ല അസൽ പ്ലെയർ ആയിരുന്നു. പക്ഷെ ഇവരുടെ കോമ്പോ പിടിച്ചിട്ടുള്ള കളി കാണാൻ ഒരു രസമില്ല, അതൊരു രസം ഉണ്ടായില്ല. പേർലിയും ശ്രീനിഷും തന്നെയാണെങ്കിലും തുടക്കത്തിൽ അങ്ങനെ ആയപ്പോൾ നമുക്ക് പോലും ദേഷ്യം തോന്നിയിട്ടുണ്ട് പേർലിയോട് ശ്രീനിഷോടും. പക്ഷെ അത് വളരെ രസകരമായിട്ടാണ് വന്നത്. പേർളി ഗെയിം കളിക്കുമായിരുന്നു, ശ്രീനിഷ് ഗെയിം കളിക്കുമായിരുന്നു. അത് രസകരമായിട്ട് അവരാരോടും വഴക്കിനിങ്ങനെ പോകില്ല. അവരോട് ആരെങ്കിലും മിക്കിട്ട് കയറുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അതാണ് ജാസ്മിൻ പക്ക നല്ല അടിപൊളി അടിപൊളി ഗെയിമറാണ് ജാസ്മിൻ. എനിക്ക് വളരെ പല വർത്തമാനങ്ങളിലും സിൻസിയർലി ഞാൻ പറയാം, പല കാര്യങ്ങളും ഫേസ് ടു ഫേസ് പല കാര്യങ്ങളും പറയുന്നത് എത്ര ക്ലാരിറ്റിക്കുക, പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നത് എത്ര ക്ലാരിറ്റിക്കുക, ചില ഗെയിംസിൽ എത്രത്തോളം 100% കൊടുത്തു നിന്നിട്ടുണ്ട്. ആകെ പോയത് ഗബ്രിയുടെ വിഷയത്തിലും. എനിക്ക് തോന്നാറുള്ളത് ഹിമയും സാബുചേട്ടനോട് പണ്ടത്തെ ഫസ്റ്റ് സീസണിലെ സാബുചേട്ടനോട് ഒരു എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. അതും പറഞ്ഞു, ഹിമ നല്ലൊരു പ്ലെയർ ആയിരുന്നായിരിക്കാം, പക്ഷെ ഹിമ വിട്ട് തല്ലിക്കളഞ്ഞു. എനിക്കത് സത്യം പറയാം, ഹിമ ശരിക്കും തലവേദന പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. കണക്ഷൻ ഫീൽ ചെയ്യണം. എന്തിനാണ് ഹിമ അവിടെ കിടന്നിട്ട് ആ ഒരു കരച്ചിലും പിടിച്ചിലും കാണിച്ചത് ഇന്നും എനിക്ക് മനസ്സിലാവില്ല. അത് തന്നെയാണ് ജാസ്മിൻ കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു കാര്യം ഒന്നില്ലെങ്കിൽ പ്രേമാന്ന് പറയുക, അല്ലെങ്കിൽ ഫ്രണ്ട്സാന്ന് പറയുക. ഇത് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് പ്രേമത്തിൻ്റെ പെരുമാറ്റവും വർത്തമാനങ്ങളും ആകുമ്പോൾ ആൾക്കാർക്ക് ഇത് കണ്ടിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾക്ക് അവിടെ ഗെയിം കളിക്കുന്ന കുറച്ച് ഗെയിംസിൻ്റെ നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ജയത്തിന് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ കുതന്ത്രങ്ങളൊക്കെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കണ്ടിരിക്കാൻ രസമാണ്. അങ്ങനെയുള്ളതൊക്കെ നോക്കുവാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുതന്ത്രങ്ങളൊക്കെ ആണെങ്കിൽ രസമുണ്ട് നമുക്ക് കണ്ടിരിക്കാൻ. നമുക്ക് എന്താ പറയുക, ഉള്ളിൽ കൂടെ എന്തെങ്കിലും എടുത്ത് അടിച്ച് മാറ്റുമോ, നമുക്ക് പോയിന്റ് കിട്ടില്ല, അതൊക്കെ കണ്ടിരിക്കാനും. ഫാൻറ്റാസ്റ്റിക് ഗെയിം സ്ട്രാറ്റജി പിടിച്ചിട്ടാണെങ്കിലും ചെയ്യണ കാണാൻ അതൊക്കെ പക്കയാണ് കേട്ടോ. പക്ഷേ അൻസിബ പെരുമാറിയില്ല. അൻസിബ നല്ല വ്യൂ പോയിന്റ് ആണെങ്കിൽ അൻസിബ ചെന്നിരുന്നിട്ട് ഈ ഓരോരുത്തരോട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള പെരുമാറ്റവും വർത്താനവും കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ്